We have great pleasure to introduce CSI Congregation of Dallas Retreat at Hidden Acres 2013 Talent Day Skit വാചാലനായ വർഗീസ്. കഥാരൂപം ചുരുക്കത്തിൽ 10-25 വർഷങ്ങൾക്ക് മുൻപ് ഞാലിയാകുഴി എന്ന സ്ഥലത്തുണ്ടായിരുന്ന 3 കുടുംബങ്ങളാണ് തോമസ് കുഴിമാലിയുടെയും ഈപ്പൻ കല്ലുങ്കലിൻ്റെയും വർഗീസ് തോട്ടുങ്കലിൻ്റെയും. പരമ്പരാഗതമായി സാമ്പത്തികമായി നല്ല നിലവാരം കാത്തുസൂക്ഷിച്ചിരുന്ന വർഗീസ് തോട്ടുങ്കലിൻ്റെ തകർച്ചയെ തുടർന്ന് തൻ്റെ ഭാര്യ ഗ്രേസിക്കുട്ടിയുടെ കയ്യും പിടിച്ച് സധൈര്യം കൃഷിയിടങ്ങൾ തേടി പീരുമേടിലേക്ക് കുടിയേറി. ഉയർച്ചയിലും താഴ്ചയിലും തൻ്റെ ഭാര്യ തന്നോടൊപ്പം നിന്നതിന് ഇന്നും കൃതാർത്ഥനാണ് വർഗീസ് തോട്ടുങ്കൽ. ഇതിനോടടുത്ത കാലയളവിൽ തന്നെ തോമസ് കുഴിമാലിയും ഈപ്പൻ കല്ലുങ്കലും അമേരിക്കയിലേക്കും, ഇപ്പോൾ തോമസ് കുഴിമാലിയും ഭാര്യ മെർലിൻ കുഴിമാലിയും മകൻ ജോയ് കുഴിമാലിയും ഡാലസിൽ ജീവിക്കുന്നു. സമീപത്തായി ഈപ്പൻ കല്ലുങ്കലും കുടുംബവും. 25 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണീരും കൈയുമായി പീരുമേട്ടിലേക്ക് കുടിയേറിയ വർഗീസ് തോട്ടുങ്കൽ ഇന്ന് ധനവാനാണ്. വർഗീസ് തോട്ടുങ്കലും ഭാര്യ ഗ്രേസിക്കുട്ടിയും കൂടി വിസിറ്റിനായി എത്തുകയും തൻ്റെ പൂർവ്വകാല സുഹൃത്തുക്കളായ തോമസ് കുഴിമാലിയെയും ഈപ്പൻ കല്ലുങ്കലിനെയും മുഖാമുഖം കാണുമ്പോൾ വാചാലനാകുന്ന സന്ദർഭത്തെയാണ് ഈ എളിയ കലാരൂപത്തിലൂടെ വരച്ചു കാട്ടുവാൻ ശ്രമിക്കുന്നത്. സ്വീകരിച്ചാലും ഇതാ വാചാലനായ വർഗീസ്. പത്രം ഒന്ന് ഓടിച്ചു നോക്കാം, എന്നിട്ട് വേണം പള്ളിയിൽ പോകാൻ. എന്താ വാടാ ജോയ്, നീ എന്താ വാടാ പാറ്റ മൊന്തയിൽ വീണ പോലെ കിടന്ന് കറങ്ങുന്നത്? ഓ, അവനെല്ലാം മനസ്സിലായി. നിങ്ങളുടെ പാറ്റായും മൊന്തയൊന്നും അവന് മനസ്സിലായിട്ടില്ല. അവൻ തപ്പുന്നതേ അച്ഛൻ്റെ പേഴ്സാ. പള്ളിയിൽ പോകേണ്ട സമയത്തിന് മുൻപ് സ്ഥലം കാലിയാക്കാനാ അവൻ നോക്കുന്നത്. ആർക്കറിയാം ഇന്നത്തെ പരിപാടി എന്തോ ആണെന്ന്. സത്യം പറഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ മനസ്സിനകത്ത് തീയാ. ഇതെല്ലാം നിന്റെ കുഴപ്പമാണ്. പിള്ളേരെ ചൊവ്വിന് പഠിപ്പിക്കണം. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞ് കയറി വരുന്നുണ്ട്. നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഞാൻ അവനെ കൊണ്ടാ ഇങ്ങോട്ട് പടി കയറിയതെന്ന്. അല്ല പിന്നെ. ഗുഡ് മോർണിംഗ് തോമാച്ചാൻ. മോർണിംഗ്. ഈ ഞായറാഴ്ച രാവിലെ എന്താ എല്ലാവരും കൂടി ഒരു തർക്കം? എൻ്റെ ഈ പച്ച എന്തോ പറയാൻ, ഓരോ തോന്നിയവാസം അല്ലാതെ എന്തോ. ഇതൊക്കെ കാണുമ്പോൾ വല്ലതുമൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. കാര്യം പറഞ്ഞാൽ മക്കൾക്ക് തുള്ളൽ, പിന്നെ ഭാര്യയ്ക്ക് തുള്ളൽ. കണ്ടും കേട്ടും അടുത്തു. തോമാച്ച, അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? പറ. തള്ളിയില്ല വാവൽ കിഴുക്കാൻ തൂക്കം എന്നൊരു പഴമൊഴിയില്ലേ, അത് തന്നെ. അതിനിവിടെ തന്തയും തള്ളയും എല്ലാം ഉണ്ടല്ലോ, പേരൻസ്. പിന്നെന്നാ പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നതാ ശരി. ഇതിനെയൊക്കെ വേലിയിലിട്ട് വളർത്താൻ പറ്റുമോ? അത് തന്നെയാ തോമാച്ച നമ്മുടെ ഇപ്പോഴത്തെ കുഴപ്പം. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മക്കൾ നമ്മുടെ വേലിക്കകത്തുള്ളപ്പോൾ തന്നെ, അതായത് ചെറുപ്രായത്തിൽ തന്നെ ശരിയായ ശിക്ഷണത്തിലും അമ്മയപ്പന്മാരുടെ പരസ്പര സ്നേഹത്തിലും പരിചരണയിലും കുട്ടികളെ സ്നേഹിച്ച് പ്രാർത്ഥനയോടെ അവരെ ദൈവഭയത്തിൽ വളർത്തിയാൽ ഒരു കുട്ടി പോലും നശിച്ചു പോകുകയില്ല. ഇപ്പോഴത്തെ ഈ പോസ്റ്റ് മോഡേൺ കൾച്ചറിൻ്റെ കൂട്ടുകെട്ടും വഷളത്വവും കുട്ടികളെ തട്ടിയെടുക്കാതെ അവർ മച്ചുറാകുന്നത് വരെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്താൽ പിന്നീട് അവർ നശിച്ചു പോകാതെ സാഹചര്യങ്ങളോട് മല്ലടിക്കുവാൻ അവർ തന്നെ പ്രാപ്തരാകും. ഏറ്റവും പ്രധാനം, അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. ആരും നശിച്ചു പോകുകയില്ല. ഈ പച്ച എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. പള്ളിയിൽ പോകണം. എന്നിട്ട് വേണം കമ്മിറ്റിക്കാർക്കിട്ട് ഒരു പണി കൊടുക്കാൻ. ഈ പച്ച പള്ളി വരുന്നില്ലേ? അയ്യോ ഉണ്ടല്ലോ തോമാച്ച. തോമാച്ചിൻ്റെ കീ എൻ്റെ വണ്ടിയിൽ വെച്ച് മറന്നുപോയല്ലോ. അത് തരാനാണ് ഞാൻ വന്നത്. പെട്ടെന്ന് ചെല്ല്. നേരത്തെ ചെന്ന് കമ്മിറ്റിക്കാർക്ക് പണി കൊടുക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആർക്കൊക്കെ പണി കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഉടയ തമ്പുരാനല്ലേ. അത് മറക്കണ്ട. ഞാൻ ചെല്ലട്ടെ. പള്ളിയിലെത്തണ്ടേ സമയത്തിന്. ഈ പച്ചായ ഒന്ന് നിന്നേ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ വർഗീസ് പീരുമേട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. അതെ, അവനും ഭാര്യയും കൂടെ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു.
അവൻ പീരുമേട്ടിലെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാടങ്ങ് ചിരിച്ചു. ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ പള്ളിയിൽ പോയി വന്നിട്ട് അവരെയും കൂട്ടി ഞാനങ്ങ് വരാം. വല്ലതുമൊക്കെ രുചിയായിട്ട് കുക്ക് ചെയ്ത് വെക്കുവാൻ മെർലിനോട് പറ. എന്നാൽ അങ്ങനെ ആവട്ടെ. The biggest global stock market crash after 2008. World stock market പുളുങ്കി. തോമസേ, നിന്റെ കുറച്ച് പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ കളഞ്ഞെന്ന് മെർലിൻ പറഞ്ഞായിരുന്നു. ഇതാ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് പുളുങ്കി എന്ന് എഴുതിയിരിക്കുന്നു. അയ്യോ, അത് സ്റ്റോക്ക് മാർക്കറ്റ് പ്ലുങ്കി എന്നല്ല, പ്ലഞ്ച് എന്നാണ്. എൻ്റെ അപ്പച്ച ആ ഇംഗ്ലീഷ് പത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് മലയാളം പത്രം എടുത്ത് വായിക്കും. ചുമ്മാ വെറുതെ ഇരുന്ന് പ്ലുങ്കി ക്ലുങ്കി എന്ന് വിളിച്ചു പറയും. മലയാളമെങ്കിൽ മലയാളം. മീ സി കെ ശവൻ. ഓ വീണ്ടും. അയ്യോ അപ്പച്ച, അത് മിസ്റ്റർ സി കേശവൻ എന്നാണ്. ആ, അങ്ങനെയാണോ? വേണ്ട വേണ്ട, അപ്പച്ചനെ അങ്ങ് വിട്ടേര്. ഒന്നുമല്ലെങ്കിലും പഴയ 8ാം ക്ലാസ്സുകാരനാ എൻ്റെ അപ്പൻ. ശരിക്കും ഇംഗ്ലീഷ് വായിക്കുന്ന ഒരാൾ ഉണ്ടല്ലോ അങ്ങ് ഞാലിയാക്കുഴിയിൽ. വായ തുറന്നാൽ മറ്റുള്ളവർ ചെവി കുത്തും. വാലും തൂക്കി നടക്കുന്ന ഒരു നടപ്പ്. എപ്പോൾ നോക്കിയാലും വാതുക്കലെ ആയയിൽ പട്ടം പറക്കുന്നത് പോലെ 2-3 കെട്ടിയിട്ടിരിക്കുന്നതും കാണാം. കാറ്റത്തങ്ങ് പറകുകയല്ലേ വിൻമിൽ പോലെ. നിർത്തടി, ഇതിന് മാത്രം കിടന്ന് ജീലക്കാൻ ഇവിടെ വല്ലതും ഉണ്ടായോ? ആണ്ട് ഈ പച്ചാനൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നു. എടോ തോമാച്ചു, ഞാൻ പീരുമേട്ടിൽ പോയപ്പോ താൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. താൻ പീരുമേട്ടിലേക്ക് അല്ലടോ പോകുന്നത്, പുലിമടയിലേക്കാണ്. ഇനി അവൻ്റെ പൊടി കിട്ടണമെങ്കിൽ പുലിയുടെ പല്ലട കുത്തണമെന്ന്. പുലിയും പാമ്പും കരടിയും ഒന്നും എനിക്ക് വിഷയമല്ല, അവയ്ക്കൊക്കെ എന്നെ പേടിയാ. ഏതായാലും തന്നെ ദൈവം അനുഗ്രഹിച്ചല്ലോ, ഞങ്ങൾക്കത്. ഞങ്ങൾ പീരുമേട്ടിൽ ചെന്ന കാലം ചെറിയ ഒരനക്ക കേട്ടാൽ മതി ഗ്രേസിക്കുട്ടി കിടന്ന് വിറക്കും. എനിക്കാണ് പേടിയെന്ന് പറയുന്നത് തൊട്ട് തേച്ചിട്ടില്ല. പിന്നെ ചെറിയ ഒരു ഭയം എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ തോമാച്ച, ഈ മനുഷ്യൻ വെറുതെ പുളു അടിക്കുന്നതാ. ഒരു ദിവസം ഞങ്ങളുടെ കുടിലിൽ മറ്റൊരു കുടിയേറ്റക്കാരൻ കക്കാൻ കയറി. ഞങ്ങളുടെ കുടിലിൻ്റെ സൈഡിൽ ഒരനക്കം കേട്ടു. ആരോ നടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അച്ചായനെ കിരണ്ടി വിളിച്ച് പറഞ്ഞു, അച്ചായ, കള്ളൻ കള്ളൻ. അച്ചായൻ പതിയെ പറയുകയാണ്, ഈ മുടിഞ്ഞ പെണ്ണുമ്പിള്ള ഉറക്കത്തില്ലെന്ന്. വീണ്ടും ഞാൻ പറഞ്ഞു, നമ്മുടെ പൈസ വെച്ചിരിക്കുന്ന ട്രങ്ക് പൊക്കി അയാൾ പുലുക്കി നോക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ പറയുകയാണ്, ഈ പെണ്ണുമ്പിള്ളയ്ക്ക് കണ്ണു മടച്ചു കിടന്ന് ഉറങ്ങാൻ മേലേന്ന്, അത് വല്ല വന്യജീവികളുമായിരിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ച് വിറച്ചു പോയി. ആൾ പോയി കഴിഞ്ഞപ്പോൾ തലക്കീഴി വച്ചിരിക്കുന്ന വെട്ടുകത്തിയുമായി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വിളക്ക് കത്തിയിരടി. ഞാൻ വിളക്ക് കത്തിച്ച് നോക്കിയപ്പോൾ പൈസയും പെട്ടിയും ചുരുക്കി പറഞ്ഞ ഉള്ളതെല്ലാം പോയി. എന്നിട്ട് പറയുകയാണ്, ഞാൻ എഴുന്നേറ്റത് സ്വല്പം താമസിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ അവനെ കൊത്തി അരിഞ്ഞേനെന്ന്. വീണ്ടും പറയുക, എടി ഒരു കാര്യം മനസ്സിലായി, ഇത് മൃഗങ്ങളൊന്നുമല്ല, മനുഷ്യനാണെന്ന്. മൃഗങ്ങളാണെങ്കിൽ നമ്മുടെ ട്രങ്ക് കൊണ്ടുപോകത്തില്ലെന്ന്. മനുഷ്യനായ ബുദ്ധി വേണമെന്ന്. ഓ പിന്നെ പിന്നെ ഞാൻ പീരുമേട് കയറും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോമാച്ച 2 തൂമ്പായി, ഒരു വെട്ടുകത്തി, ഒരു കോടാൻ, 2 മലപ്പുറം കത്തി, ആകെ സ്വത്ത്. പിന്നെ ചാക്കി കുറച്ച് അരിയും ഉപ്പും മുളകും, 150 രൂപ മയളി. ഇന്നതെനിക്ക് എളിയ വെക്കാൻ പറ്റുമോ? ഇന്നെന്താ 150 രൂപ എളി വെക്കാൻ പറ്റാത്തത്? തോമാച്ച, അതെന്താ ചോദ്യമാ? ഇന്ന് അവന് ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്തുണ്ടല്ലോ, അതെല്ലാം എടുത്ത് മടിയിൽ വെക്കാൻ പറ്റുമോ? അതാണ് വറീച്ചൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരിക്കലും നിരാശപ്പെടരുത്. നിരാശപ്പെടാതെ നിരന്തര പരിശ്രമം നടത്തുന്ന ആരുടെയും ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരും. ഉള്ളിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന ദൈവാത്മാവ് നമ്മെ വഴി നടത്തും.
അതാണ് വറീച്ചിനെയും വഴി നടത്തിയത്. വറീച്ച, നീ അവിടെ ചെന്ന കാലം തൊട്ടുള്ള കഥ നല്ല മാണി പോലെ ഇങ്ങോട്ട് പറഞ്ഞു കേക്കട്ടെ. ഞങ്ങൾ വെറും കുടില് കെട്ടിയല്ലോ താമസം. ആദ്യകാലങ്ങളിലെ ജീവിതം വലിയ പ്രയാസമായിരുന്നു. കുടിലിൻ്റെ പുറത്ത് ഒരാൾ പൊക്കത്തിൽ ഉണക്കപ്പല് നിൽക്കുക. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഗ്രേസിക്കുട്ടി പറഞ്ഞ് പുല്ലിനടിയിൽ ഒരനക്കം വല്ല എലിയോ മറ്റോ ആയിരിക്കുമെന്ന് ഞാൻ ഓലമറയെ കൂടെ ഇടേക്കൂടെ നോക്കി. തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ ചലിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പാർട്ടി ആരാണെന്ന്. ഞാൻ അവളോട് പറഞ്ഞു, എലിയല്ലടി, അത് പുലിയാടി. ഞാൻ അനങ്കം അല്പനേരം വെട്ടം കറങ്ങി നിന്നിട്ട് അവൻ സ്ഥലം വിട്ടെന്ന് പറഞ്ഞാൽ മതി. കഴിവതും കേട്ടോ തോമാച്ച, വന്യമൃഗങ്ങളുടെ മുമ്പിൽ ചെന്ന് ചാടൻ. അഥവാ മുമ്പിൽ ചാടിപ്പോയാൽ വിടരും. കടുത്ത ചെയ്തങ്ങനെ ചുരുക്കി പറഞ്ഞാ കേട്ടോ, പാമ്പ് തുടങ്ങി വന്യമൃഗങ്ങൾ വരെ എൻ്റെ അനക്കം കേട്ടാൽ മതി, അവറ്റകൾ പേടിച്ച് വിറച്ച് കരയും. അതൊരു പുതിയ അറിവാണല്ലോ പാമ്പ് കരയുന്നത്. ഇവൻ്റെ ഒരു കാര്യം പുളുവാണെങ്കിലും കേൾക്കാൻ രസം. ഓ, തോമാച്ചിന് കേൾക്കുക വേണം പറയുമ്പോൾ പുളു. എന്നാ ഇത് കേട്ടോ, ഞാൻ ചെറിയ ഒരിടത്തൊണ്ട് പോലുള്ള വഴിയിൽ കൂടെ പോവുകയായിരുന്നു. വേനലായതിന് വഴി മുഴുവൻ കരിയിലാണ്. ഞാൻ നടന്ന് കയറി ചെല്ലുമ്പം ഒരു ചെറിയ സൗണ്ട് കേട്ടു. ടിക് ടിക് ടിക്. ഞാൻ ചെവി ഓർത്തു. പിന്നെ ടിക് ടിക് ടിക്. സ്വല്പം കൂടെ നടന്ന് അടുത്തായി ടിക് 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 സൗണ്ട്. ഞാൻ നോക്കിയപ്പോൾ റോഡിലേക്ക് തല നീട്ടിയിരിക്കുന്നു ഒരു ഉഗ്രൻ സർപ്പം. ഞാൻ അവിടെ നിന്ന് സർപ്പം എന്നെ സൂക്ഷിച്ച് നോക്കിയതും പടപടാന്നഞ്ചിട്ട് ടിക് ടിക് സൗണ്ട്. കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ കരിയിലേക്ക് വീണത് ഒന്നിച്ചു കഴിഞ്ഞു. സത്യത്തിൽ സർപ്പത്തിന് മനസ്സിലായി എന്നെ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ജാതകത്തിൻ്റെ അന്ത്യമായെന്ന്. കണ്ണുനീരിൻ്റെ മുമ്പ് ഞാൻ തോറ്റു മാറിയെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറി. വറീച്ച, നിന്റെ കാലിൻ്റെ അടുത്തെങ്ങാണ് ഓണ വെള്ളത്തുള്ളിൽ വീണത്. വറീസ് മൂത്രം ഒഴിച്ചാണെന്നാ തോന്നുന്നത്. തോമാച്ച അവൻ പറയട്ടെ. നിങ്ങൾ അങ്ങേരെ വാരുക അല്ലേ? ഓ, ഇത് ഞാൻ പറയാൻ തുടങ്ങിയാൽ നിർത്തത്തില്ല. ചക്കക്കുരു ഇട്ട് കിളിപ്പിച്ച് വളർത്തിയതും വലിയ മരമായി വർഷങ്ങളോളം വരിക്കച്ചക്ക പറിച്ച് തിന്നതും അതിൻ്റെ മധുരവും ഗുണഗണങ്ങളും ഒക്കെ വിവരിച്ച് പിന്നെ അത് വെട്ടി അലമാര ഉണ്ടാക്കി അത് മകളെ കെട്ടിച്ചെടുത്ത് കൊണ്ട് കൊടുത്തതും മകളുടെയും മരുമകൻ്റെയും ഗുണവധികാരങ്ങളും പറഞ്ഞ് കൊച്ചുമോൻ്റെ കുസൃതിയും വിവരിച്ച് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും വലിയ ഗുഡ്സ് ട്രെയിൻ പോലെ. ഏതായാലും ഒരു കാര്യം മനസ്സിലായി, ലാത്തി അടിക്കാൻ നീയും ശരിക്കും പഠിച്ചത്. കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. എങ്ങനെ ലാത്തി അടിക്കാതിരിക്കും? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. അത് ശരിയാ തോമാച്ച. സംസർഗ ഗുണം ഏതായാലും വ്യക്തികളിൽ പ്രതിഫലിക്കും, ഒരു സംശയവുമില്ല. ഓറിച്ച, ഇതിനിടയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു കാര്യം. നിങ്ങൾക്ക് അവിടെ പള്ളിയും പട്ടക്കാരനും ഒക്കെ ഉണ്ടോ? ആദ്യം ഞങ്ങൾക്ക് പള്ളി ഇല്ലായിരുന്നു. ഒരു ഉപദേശി വന്ന് നമ്മുടെ സഭ തുടങ്ങി. അത് ശരി. കുടില് കെട്ടി തുടങ്ങി ആരാധന ഇന്ന് വലിയ ഒരു പള്ളിയിൽ 2 അച്ഛന്മാരുമായിട്ട് നടത്തുക. എല്ലാവർക്കും ഒരേ അഭിപ്രായവും നമ്മുടെ പള്ളി വളരണോ. ഓരോരുത്തരും അവരുടെ കഴിവിനും അപ്പുറം സഹകരിക്കും. നിരൂപണങ്ങളില്ല, അച്ഛന്മാരുമായിട്ട് ശണ്ടയില്ല, ബലൂൺ വീർക്കുന്നത് പോലെ പള്ളി വളരും. ഇനി നമ്മളായിട്ട് വല്ലാതെ ഊതാതിരുന്നാൽ മതി, അത് പൊട്ടത്തില്ല. ഈ പച്ചായ്മൂനും പള്ളിക്കാരാണോ പറയുന്നത്? യവന്റെ കരടിക്കഥകളൊന്നും കേട്ടില്ലല്ലോ, ഒന്ന് കേട്ട് നോക്ക. കഥകൾ ഒത്തിരി ഉണ്ട്.
എല്ലാം പറയാൻ പോയാൽ കലണ്ടറിൻ്റെ താട് മാറിക്കൊണ്ടേയിരിക്കും. ഏതായാലും ഒന്നെങ്കിലും പറയാം. അതെ, ഒരു സന്ധ്യാസമയം ഞാൻ എൻ്റെ കുടിലേക്ക് നടക്കുക. ഇരുട്ടിങ്ങനെ കേറി വരുന്നു. അരണ്ട വെളിച്ചത്തിൽ പുല്ലിനിടയിൽ കൂടെ ചെല്ലുമ്പോൾ നിൽക്കുന്ന മുമ്പിൽ കറുത്തിരുണ്ട ഒരു സത്തു. കണ്ണുകളിങ്ങനെ അടച്ചു തുറന്നു കണ്ണിങ്ങനെ ചിമ്മി നോക്കി നിൽക്കുക. ഒരു കരടി. മനസ്സിനകത്തോട് ഒരു വാള് കടന്നുപോയതോടെ തോന്നി. എൻ്റെ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചതും കാലും മടക്കി ഒരൊറ്റടി. എതിർവശത്തേക്ക് മറിയുന്നതും കണ്ട് ഞാൻ ഒരു വിധത്തിൽ ഒരൊറ്റോട്ടം കുടിലെത്തി. കുത്തി ഇരുന്ന് നേരം പഠിപ്പിച്ചു. വെട്ടം വീശപ്പോ ഞാൻ സ്ഥലത്തെത്തി നോക്കി. ഓ, എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതൊരു കരടിയല്ലായിരുന്നു, ഒരു വലിയ പാറയായിരുന്നു. എന്റെ അടിയേറ്റ് 2 കഷണമായി കിടക്കുക. പിന്നെ അത് വല്ല പാണ്ടിക്കലവല്ലോ ആയിരിക്കും. അപ്പോൾ താൻ കാലുകൊണ്ട് ഒരടി, പാറ 2 കഷ്ണം. അയ്യോ എൻ്റെ ദൈവമേ. ഓ, സംശയമുണ്ടെങ്കിൽ നമ്മുടെ മരിച്ചുപോയ തൊണ്ണാശ്ശേരിലെ കറിയാച്ചേട്ടനോട് ചോദിച്ചു പോകുന്നത്. കറിയാച്ചൻ മരിച്ചു പോയിട്ട് 3 വർഷമായി. പിന്നെങ്ങനെയാ അറിയിച്ച അറിയാനോട് ചോദിക്കുന്നത്? പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇരുട്ടുള്ളിടത്ത് വെളിച്ചം നൽകുന്നത് ബൾബ്, എന്നാൽ വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് നൽകുന്നത് കൽബ് ആണെന്ന്. എന്നാൽ ഇന്നാണ് അത് ശരിയാണെന്ന് മനസ്സിലായത്. മനുഷ്യൻ്റെ മനസ്സിന് മാത്രമേ എന്തിനേയും മാറ്റിമറിക്കാൻ കഴിയുകയുള്ളൂ, കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെ. വറിച്ച, ഇതൊക്കെ പറഞ്ഞാലും വറിച്ചോണ്ടൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. നാട്ടിൽ ഇപ്പോൾ എന്ത് വളമാണ് കൂടുതലായി കപ്പയ്ക്കും മറ്റും ഉപയോഗിക്കുന്നത്? നാട്ടിലോട്ട് കഴിഞ്ഞ പ്രാവശ്യം വളം മേടിക്കാൻ കൊടുത്ത പൈസയ്ക്ക് പോലും കപ്പ കിട്ടിയില്ല. എന്ത് വളമാ കപ്പയ്ക്ക് കിട്ടത് അറിയാമോ? ഷവാലിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഏതോ വളമായിട്ടു. അതാ ഏറ്റവും നല്ലതെന്ന് ഗ്രാമസേവൻ പറഞ്ഞു. ഓ, തെറ്റിപ്പോയി. തുടങ്ങിയത് ഫാക്ടംഫോസ് എന്ന വളമാണ് ഞാൻ. അതിൻ്റെ മണം അടിച്ചാൽ ചെടി വളരാൻ തുടങ്ങും. കപ്പയുടെ 2ാം കിളയുടെ സമയത്ത് ഒരിക്കലേ ഞാൻ ഫാക്ടംഫോസ് ഇടാൻ തീരുമാനിച്ചു. അത് വാങ്ങി. കപ്പക്കിഴങ്ങ് നല്ല ദൃഢവും വളർച്ചയും കിട്ടുമല്ലോ. അന്ന് എനിക്കൊരു ജലദോഷക്കോള് തോന്നിയിട്ട് ഞാനത് വാതുക്കെ കിടന്ന ചാക്കുകെട്ടിൻ്റെ അടിയിലോട്ട് വെച്ച്. ജലദോഷം മാറാതിരുന്നതിൻ്റെ പേരിൽ 2-3 ദിവസം അത് അവിടെ തന്നെ ഇരുന്നു. ഒരു ദിവസം രാത്രി സ്വല്പം ദൂരത്ത് നിന്നൊരു ചെറിയ മൂളൽ, ഒരു മൂളൽ. ആ മൂളൽ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് പോലൊരു തോന്നൽ. ഞാൻ പരതി നോക്കി. ശബ്ദം അടുത്തടുത്ത് വരും. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചാക്കിൻ്റെ അരികിൽ ഒരു കപ്പക്കിഴങ്ങ്. വീടിനടുത്തായിട്ട് നട്ടിരുന്ന കപ്പയുടെ കിഴങ്ങ് വളമെടുക്കാൻ നീട്ട് വലിഞ്ഞെത്തിയിരിക്കുന്ന കട്ടിലിന്റെ കീഴിൽ. അതിന് ഞാൻ ഒരു വളമ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാനേതായാലും വീട്ടിലോട്ട് ഓടിക്കുമ്പോൾ പറയാം, 5-6 ചാക്ക് ഫാക്ടംഫോസ് മേടിച്ച് കപ്പക്കിഴലിൽ അവിടെ വെക്കാൻ. കപ്പ തന്നെ താനെ എടുത്തോളൂ വന്നു. ഓ, തോമാറ്റോ, ഉദാഹരണം നീട്ടി ഊത് കാണുന്നു. നിർത്തി ശ്വാസം വിട്ട് ഊത് കേട്ടോ. പറയിച്ച, നാട്ടിൽ ഈ ഓർഗാനിക് ഒക്കെ ഉണ്ടോ? ഇവിടെ എല്ലാവരും ഓർഗാനിക്കിന്റെ പറയുക. ഈ ഓർഗാനിക് എന്ന് പറയുന്നത് നാട്ടിൽ പുത്തരിയല്ല, നമ്മുടെ ചാണകം ഒക്കെ ആയി ഓർഗാനിക് വളങ്ങളെ. ഞാൻ ഒരിക്കലും ഇത് കേട്ടോ, കപ്പവാട്ട് കഴിഞ്ഞ് ഗ്രേസിക്കുട്ടി ഞാനും കൂടെ ഞാനുകാവിലേക്ക് പോകുമ്പോഴേ ഒരു ചെമ്പടുപ്പിനകത്ത് ചാണവും എല്ലാം കൂടി ഇട്ട മൂടി. ഗ്രേസിക്കുട്ടി അതിനകത്തൊരു മത്തനും കൊണ്ട് നട്ട്. ഞങ്ങളിക്ക് പോരി വെച്ച് 3-4 മാസം ശേഷം തിരിച്ച് ചെന്നപ്പോൾ
അതിശയിച്ചു പോയി. മത്തൻ 2-3 സെന്റ് നിറയെ പടർന്ന് കിടക്കും. ഒരു സൈഡിൽ ഒരു വലിയ കുന്നുപോലെ എന്തോ ഒന്ന്. ചെന്ന് നോക്കിയപ്പോ ഒരു മത്തങ്ങ. കുറഞ്ഞത് 1 സെന്റ് സ്ഥലം നിറഞ്ഞു കിടക്കുക. മനസ്സിനകത്ത് ഇതിൽ കൂടുതൽ സന്തോഷിക്കാനില്ലല്ലോ. ഞാൻ അതിൻ്റെ വട്ടം നടന്ന് നോക്കി. അയ്യോ, അതിൻ്റെ ഒരു വശത്തൊരു കിഴുത്ത. അതെനിക്കൊരു വലിയ മനോപ്രയാസം ഉണ്ടാക്കി. ഞങ്ങൾ അതിൻ്റെ ഞെട്ട് കോടാലിക്ക് വെട്ടി കൂട്ടുകാരെ എല്ലാം വിളിച്ച് ഒരു ലോറിയിൽ ഉരുട്ടി കയറ്റി പൊൻകുന്നത്ത് നമ്മുടെ ദൈവസഹായം ഹോട്ടലിലെത്തി. മത്തങ്ങ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് കോടാലിക്ക് അതങ്ങ് വെട്ടിപ്പൊളിച്ചു. നോക്കണേ, ഒരു പന്നി 6 കുഞ്ഞുങ്ങളും. അതാ ഞാൻ കണ്ട ആ കിഴുത്തക്കകത്ത്. ഓർഗാനിക് എത്രമാത്രം പരമത്താണെന്ന് പറയേണ്ടതില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, കാപ്പി കുടിച്ചോണ്ട് ഇനി വർത്താനം പറ. കുറെ നേരം ആയല്ലോ ഇതൊക്കെ തുടങ്ങിയിട്ട്. കാപ്പിക്ക് എന്നതാ കടി കൊച്ചേ ഉള്ളത്? അങ്ങ് പീരുമേട്ടിലെ പലഹാരങ്ങളുടെ പേര് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അതെന്താ പറഞ്ഞു ചേട്ടാ, ഒന്ന് പറഞ്ഞേ, പേരൊക്കെ ഒന്ന് കേക്കട്ടെ. ഓ, പന്നിപ്പടക്കം, സ്പുട്നിക്ക്, അങ്ങനെ തുടങ്ങി പലതും ഉണ്ട്. ഓരോന്നിനും അതിന്റെ ജയിപ്പിനനുസരിച്ചാണ്. ഓ, ഇവിടെ ഇപ്പം പന്നിയൊന്നുമില്ല, വന്നിരുന്ന് കഴിച്ചു നോക്ക്, കൊള്ളാവോന്ന്. നല്ലതായിരിക്കുന്നു. ഏതായാലും നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് കൂടാൻ സാധിച്ചല്ലോ. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കൂടണം. ഇഷ്ടം പോലെ കഥകൾ ഇനിയും കൈവശമുണ്ടല്ലോ. കൂടിക്കളയാമല്ലോ. അതിനെന്താ, അവന് കഥകളൊന്നും പറഞ്ഞില്ലല്ലോ. അമ്പലത്തിന്റെ കോണെ കടിച്ചിട്ടല്ലാതുള്ളൂ. ഒരുപാട് നാൾ കൂടി വറീസിനെ കാണുന്നതല്ലേ, നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ച് പിരിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, വീണ്ടും ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടി നിന്നെ സ്തുതിപ്പാൻ കിട്ടിയ ഈ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് പ്രത്യേകിച്ച് വറീച്ചനും ഗ്രേസിക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെ നടത്തിയ അതിശയകരമായ വഴികളെ ഓർക്കുന്നു. പീരുമേട്ടിലെ വളരെ പ്രയാസത്തിൽ കൂടെ അവർ കടന്നുപോയി. ഇപ്പോൾ നീ അവരെ അനുഗ്രഹിച്ച് ഇവിടെ ഈ അമേരിക്കയിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തോമാച്ചനും മെർലിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അച്ചായന് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. അവരെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം. നിർദോഷമായ ഫലിതകളും ആനന്ദവും ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയെ ഓർക്കുന്നു. ഞങ്ങളുടെ അതിലെ എല്ലാ കുടുംബങ്ങളെയും നീ ദാനമായി തന്ന മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് അവർ ജീവിക്കുമ്പോൾ നിനക്കുള്ളവരായി, നിന്റെ മക്കളായി, നിന്നുള്ള വിശ്വാസത്തിൽ അവർ ജീവിക്കുവാൻ ദൈവമേ നീ സഹായിക്കണമേ. അവരെ ദൈവഭയത്തിൽ വളർത്തുവാൻ മാതാപിതാക്കളായ ഞങ്ങൾക്ക് അതിനുള്ള സ്വർഗീയ ജ്ഞാനം തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായ സ്തോത്രം, അച്ഛന്മാർക്കായ സ്തോത്രം. ഈ റിട്രീറ്റിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആദ്യ അവസാനം എല്ലാം ഭംഗിയായിട്ട് നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ ഓർക്കുന്നു. ഞങ്ങൾ പ്രയാസത്തിലും ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്നവരെ ഓർക്കുന്നു. ചോദിച്ചിലപ്പുറമായ നന്മകളെ കൂടെ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അഭിനേതാക്കൾ: തോമസ് കുഴിമാലി, വർഗീസിനെ വാചാലനാക്കിയ കൂട്ടുകാരൻ; തോമസ് മാത്യു, മനു; മെറിൻ കുഴിമാലി, വൈഫ് ഓഫ് തോമസ് കുഴിമാലി; ജെസിമോൾ കുര്യൻ, ടെസി; ജോയി കുഴിമാലി, സൺ ഓഫ് തോമസ് ആൻഡ് മെറിൻ; ബോണി വില്യംസ്; പത്രോസ് ചേട്ടൻ, അപ്പച്ചൻ; ഫാദർ ഓഫ് മെറിൻ, എബ്രഹാം ചീരംകുളം; ഈപ്പൻ കല്ലുങ്കൽ, എ ക്വയറ്റ് അഡ്വൈസർ, ബോബി ജി തരിയൻ; വർഗീസ് തോട്ടുങ്കൽ, വാചാലനായ വർഗീസ്; ജോർജ് വില്യംസ്;
ഗ്രേസിക്കുട്ടി തോട്ടുങ്കൽ, സപ്പോർട്ടീവ് വൈഫ് ഓഫ് വർഗീസ് തോട്ടുങ്കൽ, ലൈസ മച്ചീരംകുളം. സൗണ്ട്സ്, എഡിറ്റിംഗ് ആൻഡ് എഫക്ട്സ് ജോർജ് ടി തോമസ്, ടിജി. സ്റ്റോറി, സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ജോർജ് തോമസ്. താങ്ക് യു all.